ഇന്ന് നമുക്ക് സിക്കന്ദർ കാ മുഖാദർ എന്ന ഹിന്ദി സിനിമയുടെ കഥ നോക്കിയാലോ. കഥയുടെ ചുരുക്കം എന്തെന്നാൽ, ആ നാട്ടിലുള്ള ജുവലറി ഉടമകളെല്ലാം ചേർന്ന് ഒരു എക്സിബിഷൻ നടത്തുകയാണ്. ആ എക്സിബിഷൻ ഹാളിൽ മോഷണവും നടക്കുന്നു. പക്ഷേ മോഷ്ടാക്കളെല്ലാം പോലീസ് കൊന്നിരുന്നു. എന്നാൽ അവിടെയാണ് കഥയിലൊരു ട്വിസ്റ്റ്. മോഷ്ടാക്കളെല്ലാം മരിച്ചു കഴിഞ്ഞാലും അവിടെ നിന്നും ഒരു 50 കോടി വില മതിക്കുന്ന 5 വൈരകല്ലുകൾ കാണാതെ പോയിരിക്കുന്നു. ആ കേസ് അന്വേഷിക്കുവാനായിട്ട് ജസ്വീന്ദർ എന്നൊരു പോലീസ് ഉദ്യോഗസ്ഥൻ എത്തുകയാണ്. ഏകദേശം 15 വർഷം ആ ഒരു കേസ് നീണ്ടുപോയി. 15 വർഷത്തിനു ശേഷം ജസ്വീന്ദർ യഥാർത്ഥ പ്രതിയെ കണ്ടുപിടിക്കുമോ ഇല്ലയോ എന്നുള്ളതൊക്കെയാണ് ഫുൾ സ്റ്റോറിയും. എന്നാൽ ഇതിൽ ആരും പ്രതീക്ഷിക്കാത്ത ഒരു ട്വിസ്റ്റ് ഉണ്ട്. അതെന്തെന്നൊക്കെ അറിയാൻ എങ്കിൽ നമുക്ക് വേഗം സിനിമയുടെ കഥയിലേക്ക് കടക്കാം. സിനിമയുടെ തുടക്കത്തിൽ ഒരാൾ ജീവൻ കയ്യിൽ പിടിച്ചതുപോലെ ഓടുകയാണ്. മറ്റൊരു വശത്ത് ആ നാട്ടിലുള്ള എല്ലാ ജുവലറിക്കാരും ചേർന്ന് എക്സിബിഷൻ നടത്തുന്നു. അവിടെ സ്വർണം, ഡയമണ്ട്, വൈരം, എല്ലാ തരത്തിലുള്ള ആഭരണങ്ങളും ഉണ്ടായിരുന്നു. അതിനാൽ നല്ല രീതിയിൽ പോലീസ് പ്രൊട്ടക്ഷനുമുണ്ട്. അവിടെ ഒരു ജുവലറിയെ റെപ്രസെന്റ് ചെയ്താണ് നായികയായ കാമിനിയും നിൽക്കുന്നത്. കൂടെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു വൃദ്ധനും ഉണ്ടായിരുന്നു. അവിടെ നായകനായ ശിഖാവത്തുമുണ്ട്. ഈ ശിഖാവത്ത് ഒരു കമ്പ്യൂട്ടർ ടെക്നീഷ്യനാണ്. എന്നാൽ ആ ഓടിപ്പോകുന്ന ആളാണെങ്കിലോ പോലീസിനെ വിളിക്കുകയാണ്. ഒരു കോയിൻ ബൂത്തിൽ നിന്നാണ് വിളിക്കുന്നതും. എക്സിബിഷൻ നടക്കുന്നിടത്ത് മോഷണം നടക്കാൻ പോവുകയാണെന്ന് പറയും. അത് കേട്ട പോലീസാണെങ്കിൽ വിളിച്ച ആളിനെ അന്വേഷിക്കാൻ പറഞ്ഞ് കുറച്ച് പോലീസിനെ എക്സിബിഷൻ ഹാളിലേക്കും പറഞ്ഞയക്കുന്നു. അപ്പോഴേക്കും മോഷ്ടാക്കൾ തോക്കുമായി മുഖമുഖി മറച്ച് ഹാളിനുള്ളിലേക്ക് പ്രവേശിച്ചിരുന്നു. അവിടെ പോലീസുമായി വെടിവെപ്പ് നടക്കുന്നതിനാൽ കള്ളന്മാർക്ക് മോഷ്ടിക്കാനായില്ല. വെടിയേറ്റ് കള്ളന്മാർ മരിച്ചിരുന്നു. ഡെഡ് ബോഡി കൊണ്ടുപോകാനുള്ള പ്രൊസീജിയറൊക്കെ നടക്കുന്നതുവരെ സ്റ്റാഫുകളെയൊക്കെ മറ്റൊരിടത്തേക്ക് മാറ്റിയിരുന്നു. എല്ലാം കഴിഞ്ഞ് സമാധാനത്തോടെ സ്റ്റാഫുകൾ പുറത്തു വരുമ്പോഴാണ് ആ കാഴ്ച കാമിനി കണ്ടത്. 5 വൈരക്കല്ലുകൾ കാണുന്നില്ല. കാമിനിയാണ് അതാദ്യം കണ്ടതും. ഇവിടെ നിന്ന് പോകുന്നതുവരെ വൈരക്കല്ലിവിടെ ഉണ്ടായിരുന്നുവെന്നും കാമിനി പോലീസിനോട് പറഞ്ഞു. കൂടെ ഉണ്ടായിരുന്ന വൃദ്ധനും പറയുകയാണ്, കാമിനിയും ആ വൃദ്ധനും ജോലി ചെയ്യുന്ന ജുവലറി ഹോം മിനിസ്റ്ററിന്റെ ഭാര്യയുടെ ബന്ധുവിന്റേതാണ്. അതുകൊണ്ട് പോലീസിന് ആകെ പ്രഷറായി. ഇവിടെയുള്ള ആര് വേണമെങ്കിലും ആകാം ഈ മോഷണത്തിന് പിന്നിലെന്ന് പോലീസിന് സംശയമായി. സംഭവ സ്ഥലത്തേക്ക് ഉയർന്ന ഉദ്യോഗസ്ഥനായി ജസ്വീന്ദർ എത്തുകയാണ്. ജസ്വീന്ദർ എത്തിയ ഉടനെ ആരാണിത് ആദ്യമേ കണ്ടത് എന്ന് ചോദിക്കുന്ന സമയത്ത് കാമിനിയാണ് മുന്നോട്ട് വന്നതും. കാമിനിയാണ് അത് ആദ്യം കണ്ടതും അവസാനം വൈരകല്ലിനടുത്ത് നിന്ന് പോകുന്നതും കാമിനി തന്നെയായിരുന്നു. പോലീസിന് കാമിനിയെ സംശയം. എന്നാൽ CCTV ഫുട്ടേജ് ചെക്ക് ചെയ്യുന്ന സമയത്ത് CCTV ഫുട്ടേജ് ഒന്നും തന്നെ ഇല്ലായിരുന്നു. കള്ളന്മാർ മോഷ്ടിക്കാൻ കയറുന്നതിന് മുൻപ് തന്നെ അതെല്ലാം കട്ട് ചെയ്തിരുന്നു. അങ്ങനെ ഒരു വഴിയുമില്ലാതെ മുകളിലത്തെ നിലയിൽ കയറി നിന്ന ജസ്വീന്ദർ ആണെങ്കിൽ ഒരു കാര്യം അനൗൺസ് ചെയ്യുന്നു. അലാറം അടിക്കുന്നതിന് മുൻപ് വൈരക്കല്ലിനടുത്തായിട്ട് ആരൊക്കെ എങ്ങനെയാണോ നിന്നത് അതുപോലെ തന്നെ നിൽക്കുവാനായും പറഞ്ഞു. അതുപോലെ തന്നെ സ്റ്റാഫുകൾ അനുസരിക്കുകയും ചെയ്തു. വൈരക്കല്ലിന് പരിസരത്ത് നിന്നവരെയൊക്കെ അവിടെ നിർത്തിയിട്ട് ബാക്കിയുള്ളവരുടെ പേരും അഡ്രസ്സും ഫോൺ നമ്പരും ഒക്കെ വാങ്ങി അവരെ പറഞ്ഞു വിടുകയും ചെയ്തു. എന്നിട്ട് വൈരക്കല്ലിന്റെ പരിസരത്ത് നിന്നവരുടെയും ഫോൺ നമ്പരും അഡ്രസ്സും ഡീറ്റെയിൽസും ഒക്കെ എഴുതി വാങ്ങുന്ന സമയത്തായിരുന്നു സിക്കന്ദർ അവിടേക്ക് വന്നതും. സിക്കന്ദർ ആണെങ്കിലോ ആകെ വെപ്രാളത്തിലായിരുന്നു. പോകുന്ന സമയത്ത് മറ്റൊരു പോലീസുകാരനെ തട്ടിയിട്ടുകൊണ്ടാണ് പോകുന്നതും. അതെല്ലാം ജസ്വീന്ദർ കാണുന്നുണ്ടായിരുന്നു. ജസ്വീന്ദർ ഉടനെ തന്നെ സിക്കന്ദറിനെ വിളിച്ചിട്ട് എന്താ ഇത്ര അത്യാവശ്യമെന്നൊക്കെ തിരക്കുന്ന സമയത്ത്, എന്റെ അമ്മ സുഖമില്ലാതെ കിടക്കുകയാ, അമ്മയ്ക്ക് ഞാൻ ഇവിടെ നിൽക്കുന്ന കാര്യം അറിയത്തില്ല, അതുകൊണ്ട് എനിക്ക് എത്രയും വേഗം പോയേ പറ്റൂ എന്ന് പറയും. എന്നാൽ സിക്കന്ദറിനെ പുറത്തുവിടാൻ പറ്റുന്ന സിറ്റുവേഷൻ അല്ലായിരുന്നല്ലോ എക്സിബിഷൻ ഹാളിൽ. ഉടനെ തന്നെ ജസ്വീന്ദർ ആണെങ്കിൽ സിക്കന്ദറിനെ മുഴുവനായും ഒന്ന് പരിശോധിക്കുവാനായും പറഞ്ഞു. എന്നിട്ട് കാമിനിയോടും ആ വൃദ്ധനോടും ഓരോ ചോദ്യങ്ങളൊക്കെ ചോദിക്കും. അതേ സമയത്തെല്ലാം ജസ്വീന്ദറിന്റെ മനസ്സിൽ മറ്റൊരു കാര്യമാണ് തോന്നുന്നതും. ഈ ജസ്വീന്ദർ മനസ്സ് പറയുന്ന കാര്യമൊക്കെ വിശ്വസിക്കുന്ന ആളാണ്. ജസ്വീന്ദറിന്റെ മനസ്സ് പറയുന്നത് ഇവർ 3 പേർക്കും ഈ മോഷണത്തിൽ എന്തെങ്കിലും പങ്ക് കാണും. ഇവർ 3 പേര് തന്നെയായിരിക്കും ആ വൈരക്കല്ലിൽ എടുത്തിട്ടുണ്ടാവുക എന്ന് മനസ്സ് പറഞ്ഞുകൊണ്ടേയിരുന്നു. അങ്ങനെ അവരോടൊക്കെ ചോദ്യം ചോദിക്കുന്ന സമയത്ത് ജസ്വീന്ദർ ആ വൃദ്ധനോട് ഏകദേശം ഈ ഒരു കല്ലിന് എത്ര വില വരുമെന്ന് ചോദിച്ചപ്പോൾ അത് ഒരു 50-60 കോടി വരും എന്നായിരുന്നു ആ വൃദ്ധന്റെ മറുപടിയും. അത് കേട്ടതും ജസ്വീന്ദർ ഞെട്ടിപ്പോകുന്നു. ഉടനെ തന്നെ ഉയർന്ന ഉദ്യോഗസ്ഥനെ ഫോൺ വിളിച്ചിട്ട്, സാർ, ഇതൊരു കുഴപ്പം പിടിച്ച കേസാണ്. ഏകദേശം 5 കല്ലിനും കൂടി ഒരു 300 കോടിയെങ്കിലും വരും. ഇതെങ്ങനെ ഞാൻ കണ്ടുപിടിക്കാനാ എന്ന് ചോദിക്കുന്ന സമയത്ത്, അതൊന്നും പറഞ്ഞാൽ പറ്റത്തില്ല, മിനിസ്റ്ററിന്റെ വേണ്ടപ്പെട്ട ആളിന്റേതാണ്, അതുകൊണ്ട് എത്രയും വേഗം നീ ഇത് കണ്ടുപിടിച്ചേ പറ്റൂ എന്നും പറയും. നീ ഇത് കണ്ടുപിടിച്ചില്ല എന്നുണ്ടെങ്കിൽ നിന്റെ ജോലിയെ തന്നെ അത് ബാധിക്കുമെന്നും ഉയർന്ന ഉദ്യോഗസ്ഥൻ പറഞ്ഞതിനാൽ 24 മണിക്കൂറിനകം ഈ കേസ് താൻ തെളിയിക്കുമെന്നും ജസ്വീന്ദർ പറയുന്നു. അതേസമയം തന്നെയായിരുന്നു നമ്മുടെ സിക്കന്ദർ പരിശോധനയെല്ലാം കഴിഞ്ഞ് ജസ്വീന്ദറിനടുത്തേക്ക് എത്തിയത്. എന്റെ അമ്മ സുഖമില്ലാതെ കിടക്കുകയാണ്, എനിക്ക് വീട്ടിൽ വിളിച്ച് പറയണം, ഫോൺ തരുമോ എന്ന് ചോദിച്ചു. അങ്ങനെ ജസ്വീന്ദർ തന്റെ ഫോൺ കൊടുക്കുകയാണ്. സിക്കന്ദർ നേരെ വിളിച്ചത് ഒരു പലചരക്ക് കടയിലേക്കായിരുന്നു.
ഞാൻ വരാൻ ലേറ്റ് ആകുമെന്ന് പറഞ്ഞ് കോള് കട്ട് ചെയ്ത് കളയുകയും ചെയ്തു. സിക്കന്ദർ പോയി കഴിഞ്ഞ ഉടനെ തന്നെ ജസ്വീന്ദർ ആ ഒരു നമ്പറിലേക്ക് തിരിച്ചു കോള് ചെയ്യും. പലചരക്ക് കടക്കാരനോട് ജസ്വീന്ദർ സിക്കന്ദറിനെ പറ്റി അന്വേഷിക്കും. എന്റെ വീട്ടിലാണ് അവൻ വാടകയ്ക്ക് താമസിക്കുന്നത്, അവനൊരു പാവമാണ്, അവന്റെ അമ്മ സുഖമില്ലാതെ കിടക്കുകയാണ് എന്നുള്ള കാര്യമൊക്കെ പലചരക്ക് കടക്കാരൻ പറയുന്നു. സിക്കന്ദറിനെ പരിശോധിച്ചിട്ട് ഒന്നും തന്നെ കിട്ടിയില്ല. എന്നാൽ ജസ്വീന്ദർ ആണെങ്കിൽ കാമിനിയെയും സിക്കന്ദറിനെയും ആ ഒരു വൃദ്ധനെയും പിടിച്ചു നിർത്തിയിട്ട് എന്റെ മനസ്സ് പറയുന്ന കാര്യങ്ങളൊന്നും ഇതുവരെയും തെറ്റിയിട്ടില്ല, നിങ്ങൾ 3 പേരിൽ ആരോ ആണ് ഇത് ചെയ്തിരിക്കുന്നത്, അതുകൊണ്ട് നിങ്ങളെ സ്റ്റേഷനിലേക്ക് കൂട്ടിക്കൊണ്ടു പോവുകയാണെന്ന് പറഞ്ഞ് അവര് 3 പേരെയും സ്റ്റേഷനിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുവാനായും തീരുമാനിച്ചു. എനിക്കൊരു കുഞ്ഞും സഹോദരിയുമുണ്ട് എന്നൊക്കെ പറയുന്ന സമയത്തും അതൊന്നും കേൾക്കാതെ അവരെ സ്റ്റേഷനിലേക്കും കൊണ്ടുപോകുന്നു. സിക്കന്ദറിനെയും ആ ഒരു വൃദ്ധനെയും ജയിലിലും അടച്ചു. എന്നിട്ട് കാമിനിയാണെങ്കിൽ തന്റെ കുഞ്ഞുള്ളതിനാൽ അവളെ പുറത്തിരുത്തിയിരിക്കുകയാണ്. സിക്കന്ദറിനെ കെട്ടിയിട്ട് തല്ലി ചോദ്യം ചെയ്യുവാനായും പോവുകയായിരുന്നു പോലീസുകാർ. അപ്പോൾ അവിടേക്ക് ജസ്വീന്ദർ കടന്നു വരും. ജസ്വീന്ദർ അവരോട് പറയും, ഇപ്പോൾ വേണ്ട, എന്തായാലും ഇവരെ കോടതിയിൽ ഹാജരാക്കും. കോടതിയിൽ നിന്നും നമുക്ക് 2 ആഴ്ചത്തെ സമയം വാങ്ങാം, 14 ദിവസം. ഈ 14 ദിവസം നമുക്ക് നമ്മുടെ രീതിയിൽ ഇവരെ ചോദ്യം ചെയ്ത് സത്യം പുറത്തു കൊണ്ടുവരാമെന്നും പറയും. അത് കേട്ട സിക്കന്ദർ ആണെങ്കിൽ, സാറ് ചെയ്യാൻ പോകുന്ന കാര്യം വളരെ തെറ്റാണ്, ഞാനൊരു നിരപരാധിയാണ്, ഞാനിത് ചെയ്തിട്ടില്ല, എന്റെ നിരപരാധിത്വം തെളിയുന്ന സമയത്ത് ഒരിക്കൽ സാറിന് എന്റെ കണ്ണ് നോക്കി മാപ്പ് പറയേണ്ടി വരുമെന്ന് പറയും. ജസ്വീന്ദർ അതൊന്നും മൈൻഡ് ചെയ്യുന്നതേയില്ല. അത് കഴിഞ്ഞ് 15 വർഷങ്ങൾക്ക് ശേഷമാണ് കാണിക്കുന്നത്. ജസ്വീന്ദർ കമ്മീഷണറിനെ കാണാനായി എത്തിയിരിക്കുകയാണ്. അതിനു മുൻപായിട്ട് അവിടുത്തെ ബാത്റൂമിലിരുന്ന് മദ്യപിച്ചിട്ടാണ് ജസ്വീന്ദർ അങ്ങോട്ട് പോകുന്നതും. അത് കാണുന്ന കമ്മീഷണർ ആണെങ്കിൽ, ഇനി നീ ഇതുപോലെ ഒളിച്ചിരുന്നെന്ന് മദ്യപിക്കണ്ട, നീ പബ്ലിക്കായി മദ്യപിച്ചോ, ഇത്രയും നാൾ നീ സസ്പെൻഷനിലായിരുന്നില്ലേ, ഇതാ നിന്റെ ഡിസ്മിസൽ ഓർഡർ എന്ന് പറഞ്ഞ് ആ ഒരു ഓർഡർ അവന്റെ കയ്യിൽ കൊടുക്കുകയും ചെയ്തു. അതും വാങ്ങി ലാസ്റ്റ് ആയിട്ടൊന്ന് സല്യൂട്ടും ചെയ്ത് പുറത്തേക്ക് വരികയായിരുന്നു ജസ്വീന്ദർ. ഓട്ടോയിൽ കയറി പോകുന്ന സമയത്തായിരുന്നു ജസ്വീന്ദറിന് കുടുംബ കോടതിയിൽ തന്റെ കേസ് നടക്കുന്ന കാര്യം ഓർമ്മ വന്നത്. ജസ്വീന്ദറിന്റെ ഭാര്യ ഡിവോഴ്സിന് അപ്ലൈ ചെയ്തിരിക്കുകയായിരുന്നു. അങ്ങനെ ജസ്വീന്ദർ കോടതിയിലേക്കും എത്തി. 2 പേർക്കും ഡിവോഴ്സും കിട്ടുകയാണ്. പോകുന്നതിന് മുൻപ് അവസാനമായിട്ട് ഭാര്യ തന്റെ വിവാഹമോതിരമൊക്കെ ജസ്വീന്ദറിന്റെ കയ്യിൽ നിന്ന് വാങ്ങിയിട്ടാണ് പോകുന്നതും. എന്നിട്ട് ഭാര്യ പറയുന്നുണ്ട്, മാസാമാസം എനിക്ക് തരാനുള്ള കാശ് തന്നിരിക്കണം, ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വേണ്ടപ്പെട്ട ഒരു പ്രോപ്പർട്ടി എന്റെ കയ്യിൽ വരുമെന്ന് പറഞ്ഞ് കവളിൽ തടവിയിട്ട് ഹാപ്പി ആയിട്ടിരിക്കെ എന്ന് പറഞ്ഞാണ് ഭാര്യ പോകുന്നതും. അതിനുശേഷം മദ്യപിക്കാനായി ബാറിലെത്തി ജസ്വീന്ദറിന് ഒരു കോൾ വരികയായിരുന്നു. അബുദാബിയിൽ നിന്നാണ് കോൾ വന്നതും. ഒരു പയ്യനാണ് വിളിച്ചത്. ആ പയ്യൻ മറ്റാരുമല്ല, ജസ്വീന്ദർ ഏർപ്പാടാക്കിയ സ്പൈ ആയിരുന്നു. മറ്റാരെയോ കുറിച്ച് അന്വേഷിക്കാനാണ്. ആ പയ്യൻ പറയുന്നു, അയാളുടെ വിസ തീരുവാൻ പോവുകയാണ്, 15 വർഷങ്ങൾക്ക് ശേഷം അയാൾ ഇന്ത്യയിലേക്ക് വരാൻ പോകുന്നു, നാളെ ഇന്ത്യയിൽ എത്തുമെന്നും അവൻ പറയുന്നു. എന്നാൽ ജസ്വീന്ദർ ആണെങ്കിൽ അവന്റെ നമ്പർ കണ്ടെത്തി തരാനായും പറഞ്ഞ് കോളും കട്ട് ചെയ്യുകയാണ്. ജസ്വീന്ദർ നോക്കാൻ ഏൽപ്പിച്ചാൽ മറ്റാരുമല്ല, നമ്മുടെ സിക്കന്ദർ തന്നെയായിരുന്നു. നമ്പർ കിട്ടിയ ജസ്വീന്ദർ ആണെങ്കിൽ ഉടനെ തന്നെ സിക്കന്ദറിനെ ഫോൺ വിളിക്കും. സിക്കന്ദർ അബുദാബിയിൽ വലിയ ബിസിനസ്സുകാരനായി മാറി കോട്ടും സൂട്ടും ഒക്കെ ഇട്ട് നല്ല വെൽ ഡ്രസ്സിങ്ങിലുമാണ്. അതേ സമയം തന്നെയായിരുന്നു ജസ്വീന്ദറിന്റെ കോൾ വന്നതും. ജസ്വീന്ദർ പറയുന്നത്, നീ പറഞ്ഞതെല്ലാം സത്യം തന്നെയാ, എന്റെ ജോലി പോയി, എന്റെ ഭാര്യ എന്നെ കളഞ്ഞിട്ട് പോയി, നീ പറഞ്ഞതുപോലെ തന്നെ നീ നിരപരാധിയാണെന്ന് എനിക്ക് മനസ്സിലായി, അതുകൊണ്ട് നീ എന്നോട് ക്ഷമിക്കണമെന്നും പറയും. എന്നാൽ അത് കേട്ട സിക്കന്ദറിനാണെങ്കിൽ സന്തോഷമാവുകയാണ്. എന്നാൽ സിക്കന്ദർ ഒരു കാര്യം പറയും, അന്ന് ഞാൻ ഇങ്ങനെയല്ല സോറി പറയാനായി പറഞ്ഞിരുന്നത്, എന്റെ കണ്ണ് നോക്കി പറയണമെന്നാ. അത് കേട്ട ജസ്വീന്ദർ, എന്തായാലും നാളെ നീ ഇന്ത്യയിൽ വരില്ലേ, ഞാൻ എന്റെ അഡ്രസ്സ് അയച്ചു തരാമെന്ന് പറഞ്ഞ് ബാറിലെ അഡ്രസ്സും കൊടുത്ത് അവിടെ വന്ന് കാണാമെന്ന് പറഞ്ഞു. സിക്കന്ദറിനാണെങ്കിലോ എന്തെന്ന് പറയാൻ അറിയാതെ അത്രയും സന്തോഷമുണ്ട്. അവൻ വിചാരിച്ചതുപോലെ തന്നെ കാര്യങ്ങൾ നടക്കുന്നു. പിന്നീട് കാണിക്കുന്നത് ഫ്ലാഷ് ബാക്ക് ആണ്. 3 പേരെയും കോടതിയിലേക്ക് കൊണ്ടുവന്നു. പോലീസുകാരെ ഏർപ്പാടാക്കിയ വക്കീലാണെങ്കിൽ അവര് 2 ആഴ്ചത്തേക്ക് കസ്റ്റഡിയിൽ വേണമെന്ന് ആവശ്യപ്പെട്ടു. എന്തെന്നാൽ മിക്കവാറും ആ 5 വൈരങ്ങളും ഇവർ വിഴുങ്ങി കാണും. അതിനായി ഇവരെ സ്കാൻ ചെയ്ത് നോക്കണമെന്നും വക്കീൽ വാദിക്കുന്നതിനാൽ പ്രതികളുടെ ഭാഗം വക്കീലും അതിനെതിരായി വാദിക്കുന്നു. ഒടുവിൽ ജഡ്ജിയാണെങ്കിൽ 1 ആഴ്ചത്തേക്ക് പോലീസിന് പ്രതികളെ വിട്ടുകൊടുക്കുകയും ചെയ്തു. അങ്ങനെ സ്കാൻ ചെയ്ത് നോക്കുന്ന സമയത്ത് 3 പേരുടെയും വയറ്റിൽ നിന്നും വൈരങ്ങളൊന്നും കണ്ടെത്തുവാനായും പറ്റിയില്ല. പോലീസ് അവരെ കസ്റ്റഡിയിൽ എടുക്കുകയും ചെയ്തിരുന്നു. കോയിൻ ബൂത്ത് വഴി പോലീസിനെ ഒരാൾ വിളിച്ചിരുന്നല്ലോ, കള്ളന്മാർ കയറാൻ പോകുന്നു എന്ന വിവരം പറഞ്ഞ ആ വ്യക്തിയെ പോലീസ് കണ്ടുപിടിക്കുകയാണ്. അയാളോട് നിങ്ങൾ എങ്ങനെയായി വിവരം അറിഞ്ഞതെന്ന് ചോദിക്കുന്ന സമയത്ത് ആ വ്യക്തി ഒരു കഥ പറയും. അയാൾ അയാളുടെ മകളെ സ്ഥിരമായി ഒരു ഓട്ടോയിൽ കയറ്റി വിടുമായിരുന്നു സ്കൂളിലേക്ക്. എന്നത്തെയും പോലെ ഓട്ടോയിൽ തന്റെ മകളെ കയറ്റിവിട്ട് ആ വ്യക്തി നടന്നു പോകുന്ന സമയത്ത് അയാൾക്കൊരു കോൾ വരും. എന്നിട്ട് പറയുന്നത്, നിങ്ങളുടെ മകളെ ഞങ്ങൾ കടത്തിക്കൊണ്ട് പോവുകയാണ്, നിങ്ങളുടെ പോക്കറ്റിൽ ഒരു പേപ്പർ കാണും, അതിൽ കാണുന്ന നമ്പറിൽ അതിൽ എഴുതിയിരിക്കുന്നത് പോലെ തന്നെ പറയണം, ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളെ മകളെ ഞങ്ങൾ കൊന്നുകളയും, 5 മിനിറ്റ് നിങ്ങൾക്ക് സമയം തരാം, അടുത്തുള്ള കോയിൻ ബൂത്ത് വഴി വിളിക്കാനായും പറഞ്ഞു.
അതനുസരിച്ചാണ് താൻ അങ്ങനെ ചെയ്തത്. പിന്നീട് നോക്കിയപ്പോഴാണ് തന്റെ മകളെ ആരും കടത്തിക്കൊണ്ടു പോയില്ല, ആരോ തന്നെ ട്രാപ്പ് ചെയ്തതാണെന്നും അയാൾക്ക് മനസ്സിലായ കാര്യം പോലീസിനോട് പറയുന്നതും ആ വ്യക്തിയോട് ഇവരെ 3 പേരെയും അറിയുമോ എന്ന് ചോദിക്കുന്ന സമയത്ത് ഇല്ല എന്നായിരുന്നു അയാൾ പറഞ്ഞതും. അങ്ങനെ പോലീസ് 3 പേരെയും ടോർച്ചർ ചെയ്യുകയാണ്. നമ്മുടെ കാമിനിയെ ഉറങ്ങാൻ സമ്മതിക്കാതെ ടോർച്ചർ ചെയ്തുകൊണ്ടേയിരുന്നു. അവളുടെ കണ്ണടഞ്ഞു പോകുമ്പോൾ ലാത്തി കൊണ്ട് തറയിലടിച്ച് അവളെ ഭീഷണിപ്പെടുത്തുകയും വിരട്ടുകയും ഒക്കെ ചെയ്തുകൊണ്ടേയിരുന്നു. എന്നാൽ അവൾക്കാണെങ്കിൽ വല്ലതും അറിയുമോ? ഇല്ല. അതുപോലെ തന്നെ നമ്മുടെ ശിഖാവത്തിനെയും പോലീസ് അടിച്ച് വിരട്ടി ചോദ്യം ചെയ്യുകയാണ്. പക്ഷെ അവനും ഒന്നും പറയാനില്ല. കോടതി പറഞ്ഞ സമയം കഴിഞ്ഞതിനാൽ പോലീസുകാർക്ക് പ്രതികളെയെല്ലാം കോടതിയിൽ ഹാജരാക്കേണ്ടി വന്നു. എന്നാൽ ജസ്വീന്ദർ ആണെങ്കിൽ വീണ്ടും ഒരാഴ്ച കൂടി ആവശ്യപ്പെടും. എന്നാൽ കോടതിയാണെങ്കിൽ പറ്റില്ല, നിങ്ങൾക്ക് തന്ന സമയം കഴിഞ്ഞു, ഇതുവരെയും ആ ഒരു കേസ് തെളിയിക്കാനായി പറ്റില്ലല്ലോ, അതുകൊണ്ട് 3 പേരെയും ജാമ്യത്തിൽ വിടുവാനായും തീരുമാനിച്ച് അവർക്ക് ജാമ്യം കൊടുത്തു. വീട്ടിലെത്തിയ ശിഖാവത്തിന്റെ ദേഹത്തെല്ലാം ഉണ്ടായിരുന്ന മുറിവിൽ അമ്മ മരുന്നിട്ട് കൊടുക്കുന്ന സമയത്തായിരുന്നു പുറത്തൊരു പെൺകുട്ടി വന്നത്. അവളൊരു നഴ്സായിരുന്നു. അവൾ അകത്തേക്ക് വന്നിട്ട് ശിഖാവത്തിനോട് ചോദിക്കുന്നുണ്ട്, അന്ന് നീ എന്നെ കണ്ടിട്ട് എന്താ ഒരു പരിചയമില്ലാതെ പോയത്? യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചതെന്നാൽ അന്ന് സ്കാൻ ചെയ്യുവാനായി ഇവരെ 3 പേരെയും ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്നിരുന്നല്ലോ. അപ്പോൾ ഈ നഴ്സാണെങ്കിൽ അറിയാതെ തന്നെ പുറത്തേക്ക് വന്നപ്പോൾ ശിഖാവത്തിനെ ഇടിച്ചിരുന്നു. അവളുടെ കയ്യിലിരുന്ന ഫയല് തറയിൽ പോവുകയും ചെയ്തു. ശിഖാവത്താണ് ഫയൽ എടുത്തു കൊടുക്കുന്നതും അതേ സമയത്തെല്ലാം ശിഖാവത്തിനെ അറിയാവുന്നതുപോലെ അവൾ മിണ്ടാൻ വരുമ്പോഴും ഒരു പരിചയമില്ലാത്തതുപോലെയാണ് ശിഖാവത്ത് മൈൻഡ് ചെയ്യാതെ നടന്നു പോകുന്നതും. അതെന്താണെന്ന് അവൾ ചോദിക്കുന്ന സമയത്ത് ശിഖാവത്ത് പറയും, ഒന്നാമത്തെ കാര്യം, മനസ്സ് പറയുന്നതെല്ലാം ശരിയാണെന്നുള്ള രീതിയിൽ ഞങ്ങളെയൊക്കെ താറുമാറാ തല്ലിക്കൊണ്ടിരിക്കുകയാണ്. ഇനി നിന്നോട് ഞാൻ മിണ്ടുന്നത് കണ്ടാൽ നീയും ഇതിൽ പ്രതിയാണെന്ന് അയാളുടെ മനസ്സ് പറയും. നിന്നെയും കൊണ്ടുപോയി തല്ലും, അതുകൊണ്ടാണ് ഞാൻ നിന്നെ മൈൻഡ് ചെയ്യാത്തതെന്നും ശിഖാവത്ത് പറയുന്നു. മരുന്നൊക്കെ ഇട്ട് കഴിഞ്ഞ ശേഷം അവൾ അവിടെ നിന്ന് പോവുകയാണ്. അവളുടെ വിവാഹവും ഉറപ്പിച്ചിരിക്കുകയാണ്. എന്നാൽ ദിവസങ്ങൾ കഴിയുന്തോറും ശിഖാവത്തിന്റെ അവസ്ഥ മോശമായി വന്നുകൊണ്ടേയിരുന്നു. ഇപ്പോൾ അവനെ കള്ളൻ എന്ന് മുദ്ര കുത്തിയിരിക്കുകയാണല്ലോ, അതുകൊണ്ട് എങ്ങു നിന്നും അവന് ജോലി കിട്ടുന്നതേയില്ല. മാത്രവുമല്ല അവൻ താമസിക്കുന്ന വീട്ടിൽ നിന്ന് തന്നെ അവനെ ഇറക്കി വിടുകയും ചെയ്തു. അവന്റെ കയ്യിൽ കാശുമില്ല. കേസ് നടത്തുവാനായിട്ട് വക്കീലിന് കൊടുക്കുവാൻ പോലും അവന്റെ കയ്യിൽ കാശില്ല. ഈ അവസ്ഥ കാമിനി മനസ്സിലാക്കുകയാണ്. ഇവർക്ക് 3 പേർക്കും വേണ്ടിയിട്ട് ഒരു വക്കീലാണല്ലോ ഉള്ളത്, അതുകൊണ്ട് ശിഖാവത്തിനെ സഹായിക്കുവാനായിട്ട് കാമിനിയും തീരുമാനിക്കുന്നു. കാമിനി തന്റെ കൈവശമുണ്ടായിരുന്ന കാശ് ശിഖാവത്തിനെ ഏൽപ്പിക്കുന്നു. എന്തെന്നാൽ കാമിനിയുടെ കയ്യിൽ ആദ്യം കാശില്ലായിരുന്ന സമയത്ത് ഈ ശിഖാവത്താണ് വക്കീലിന് വേണ്ടിയിട്ടുള്ള കാശ് അവളുടേത് കൂടി കൊടുത്തതും. ശിഖാവത്തിനെ കാമിനി സഹായിച്ചപ്പോൾ ശിഖാവത്തിന് ഒരുപാട് സന്തോഷമായി. അങ്ങനെ 2 പേരും ഇരുന്ന് സംസാരിക്കുന്ന സമയത്ത് കാമിനിയുടെ കുഞ്ഞിനെ പറ്റിയും ഭർത്താവിനെ പറ്റിയും ഒക്കെ ശിഖാവത്ത് അന്വേഷിക്കും. താൻ ഡിവോഴ്സ് ആണെന്നും തന്റെ ഭർത്താവ് മറ്റൊരു പെണ്ണിനൊപ്പം ഇപ്പോൾ ജീവിക്കുകയാണെന്നും ഒരു മകനുണ്ടെന്നും അവൾ സങ്കടത്തോടെ പറയുന്നു. ശിഖാവത്തിനാണെങ്കിൽ കാമിനിയോട് ഒരു അട്രാക്ഷനൊക്കെ തോന്നുകയാണ്. പിന്നീടുള്ള ദിവസങ്ങളിൽ അവർക്കിടയിലുള്ള ഫ്രണ്ട്ഷിപ്പ് വളരുകയും അവർ 2 പേരും പ്രണയത്തിലാവുകയും ചെയ്തു. അങ്ങനെ ഇരിക്കുന്ന സമയത്തായിരുന്നു ശിഖാവത്തിന്റെ അമ്മ മരിച്ചു പോകുന്നതും. അതോടെ ആ ഒരു വാടക വീട്ടിൽ നിൽക്കാൻ പറ്റാത്ത അവസ്ഥയായി ശിഖാവത്തിന്. അവൻ നേരെ വന്നത് കാമിനിയുടെ വീട്ടിലേക്കായിരുന്നു. അങ്ങനെ 2 പേരും രജിസ്റ്റർ മാരേജ് ചെയ്യുകയും ചെയ്തു. ഇതെല്ലാം അബുദാബിയിൽ നിന്ന് ഇന്ത്യയിലേക്ക് വരികയായിരുന്നപ്പോൾ ഫ്ലൈറ്റിലിരുന്ന് സിക്കന്ദർ ചിന്തിക്കുന്ന കാര്യങ്ങളായിരുന്നു. അങ്ങനെ സിക്കന്ദർ എയർപോർട്ടിലും എത്തി. അവനെ കാത്ത് പുറത്തൊരു കൂട്ടുകാരനുണ്ടായിരുന്നു. ഈ കൂട്ടുകാരനാണ് ഒരുപാട് സമയത്ത് അവനെ കാശ് കൊടുത്ത് സഹായിക്കുകയും ഒക്കെ ചെയ്തത്. അങ്ങനെ സിക്കന്ദർ കൂട്ടുകാരനോട് പറയും, എനിക്കിപ്പോൾ ഭാര്യയെ കാണുന്നതിന് മുൻപ് അത്യാവശ്യം മറ്റൊരാളെ കാണാനാണ്, അതുകൊണ്ട് നീ ഒരു ബാറിന് മുന്നിൽ നിർത്തുന്നു പറയുന്നു. അങ്ങനെ സിക്കന്ദർ പറഞ്ഞ ബാറിന് മുന്നിൽ തന്നെ കാർ നിർത്തുകയും ചെയ്തു. സിക്കന്ദർ നേരെ മുകളിലേക്കും പോയി. അവിടെ ജസ്വീന്ദർ ഉണ്ടായിരുന്നു. ജസ്വീന്ദറിനോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് സിക്കന്ദർ പറയും, എന്റെ കണ്ണിൽ നോക്കി മാപ്പ് പറയുന്നതിന് മുൻപ് എന്റെ ഈ ഒരു 15 വർഷം എങ്ങനെയായിരുന്നുവെന്ന് നിങ്ങൾക്കറിയണ്ടേ? അത് കേട്ടതിന് ശേഷം ബാക്കിയുള്ള കാര്യം നോക്കാമെന്ന് പറഞ്ഞിട്ട് സിക്കന്ദർ തന്റെ 15 വർഷം എങ്ങനെയാണ് കടന്നുപോയത് എന്നുള്ള കാര്യം ജസ്വീന്ദറിനോട് പറയുന്നു. കോടതിയിൽ കേസ് നടക്കുകയായിരുന്നല്ലോ. അങ്ങനെ സിക്കന്ദറും കാമിനിയും പിന്നെ ആ ഒരു വയസ്സായ ആളും കോടതിയിലേക്ക് എത്തിയ സമയത്ത് അന്ന് ജഡ്ജി ലീവായിരുന്നു. അതുകൊണ്ട് അന്നും കേസ് നടന്നില്ല. 1 മാസത്തേക്ക് കേസ് നീട്ടിവെച്ചു. അതറിയുന്ന കൂട്ടുകാരനാണെങ്കിൽ, എന്റെ ഒരു അങ്കിളുണ്ട്, അങ്കിളിന് സ്വന്തമായി ഒരു ഫാക്ടറിയും ഉണ്ട്, നിനക്ക് അവിടെ പോയാൽ ജോലിയും കിട്ടും, താമസിക്കാനുള്ള സൗകര്യവും ഞാൻ ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞ് സിക്കന്ദറിനെയും കുടുംബത്തിനെയും അവിടേക്ക് പറഞ്ഞു വിടുന്നു. സിക്കന്ദർ കാമിനിയെയും കുഞ്ഞിനെയും സഹോദരിയും കൊണ്ട് അവിടേക്ക് പോവുകയാണ്. കാമിനിയുടെ കുഞ്ഞിനെയും സഹോദരിയും ഒക്കെ സ്വന്തം സഹോദരിയും കുഞ്ഞിനെ പോലെയാണ് സിക്കന്ദർ കാണുന്നതും. അങ്ങനെ അവർ ആ ഒരു സ്ഥലത്തെത്തി. അവിടെ പുതിയ ജോലിയൊക്കെയായി പുതിയ വീടൊക്കെയായി കുടുംബമായി സന്തോഷത്തോടു കൂടി ജീവിക്കുകയായിരുന്നു. അപ്പോഴായിരുന്നു സിക്കന്ദറിനെ ആ ഒരു വൃദ്ധൻ നാട്ടിൽ നിന്ന് കോള് ചെയ്യുന്നത്. നീ ഇത്തവണത്തെ ഹിയറിംഗിന് വന്നില്ലല്ലേ? നിനക്കെതിരെ വാറന്റ് ഇഷ്യൂ ചെയ്തിരിക്കുകയാണ്. ഇനിയും നീ വന്നില്ല എന്നുണ്ടെങ്കിൽ അതൊരുപാട് പ്രശ്നമാകുമെന്നും അയാൾ പറഞ്ഞു. ഉടനെ തന്നെ സിക്കന്ദർ ഭാര്യയോട് യാത്ര പറഞ്ഞ് നാട്ടിലേക്ക് പോവുകയായിരുന്നു. കോടതിയിൽ കേസും എത്തി. പുതിയ ജഡ്ജായിരുന്നു അന്ന് കോടതിയിൽ ഉണ്ടായിരുന്നത്.
കേസൊക്കെ പഠിച്ചതിന് ശേഷം ജഡ്ജാണെങ്കിൽ ജസ്വീന്ദറിനെ അന്വേഷിക്കും. പക്ഷെ ജസ്വീന്ദർ ആണെങ്കിൽ മറ്റൊരു കേസ് സംബന്ധിച്ച് പോയിരിക്കുകയായിരുന്നു. അതെല്ലാം കേട്ടതും ജഡ്ജിന് ആകെ ദേഷ്യം. കുറച്ച് സ്ട്രിക്റ്റ് ആണ് ആ ജഡ്ജ്. അങ്ങനെ കേസ് മുന്നോട്ട് പോകുന്ന സമയത്ത് കാര്യമായ തെളിവുകളൊന്നും ഇല്ലാത്തതിനാൽ 3 പേരെയും വെറുതെ വിടുവാനായും ജഡ്ജി തീരുമാനിച്ചു. ആ സന്തോഷം പറയുവാനായിട്ട് സിക്കന്ദർ വീട്ടിലേക്ക് എത്തി. അപ്പോൾ ഭാര്യയെ കാമിനി ഒരു വല്ലാത്തൊരവസ്ഥയിലുമായിരുന്നു. അവൾക്കും സന്തോഷമായി. എന്നാൽ ഉടനെ തന്നെ അവൾ കുഴഞ്ഞു വീഴുകയാണ് ചെയ്തത്. അവളെ ഹോസ്പിറ്റലിലേക്ക് എത്തിച്ചപ്പോൾ വയറിന് അവൾക്ക് എന്തോ പ്രശ്നമുണ്ട്. എന്തോ കാര്യമായി കട്ടി പോലെയൊക്കെ വയറിലുണ്ട്. അതുകൊണ്ട് എത്രയും വേഗം ട്രീറ്റ്മെന്റ് നടത്തണമെന്നും ഡോക്ടർ പറഞ്ഞു. പക്ഷേ അതിനു വേണ്ടിയിട്ടുള്ള കാശൊന്നും സിക്കന്ദറിന്റെ കയ്യിലില്ലായിരുന്നു. ഭാര്യയെ ഹോസ്പിറ്റലിലാക്കിയതിനു ശേഷം സിക്കന്ദർ വീട്ടിലേക്കും വരികയായിരുന്നു. വീട്ടിൽ വന്നപ്പോൾ കണ്ട കാഴ്ച ഭാര്യയുടെ സഹോദരിയും മകനെയും വീടിന് പുറത്തിരുത്തിയിരിക്കുന്നതാണ്. വീട് പൂട്ടിയെടുത്തിരുന്നു. അതിന്റെ ഉടമയാണ് അതങ്ങനെ ചെയ്തതും. ദേഷ്യമെന്ന സിക്കന്ദർ ആണെങ്കിൽ അത്രയും നാൾ ജോലി ചെയ്തിരുന്ന ശമ്പളവും വാങ്ങിയിട്ട് കുട്ടികളെയും കൊണ്ട് നേരെ വന്നത് ഒരു ആശ്രമത്തിലേക്കായിരുന്നു. കുട്ടികളെ ആശ്രമത്തിലാക്കിയതിനു ശേഷം കാശുമായിട്ട് വരുന്ന സിക്കന്ദറിനെ കുറച്ചുപേർ ചേർന്ന് തടഞ്ഞു നിർത്തി. അവനെ തല്ലിയതിനു ശേഷം അവന്റെ കയ്യിലുണ്ടായിരുന്ന കാശും അവർ കൊണ്ടുപോയി. സിക്കന്ദറിന് ആകെ സങ്കടം. എന്ത് ചെയ്യുമെന്നറിയാതെ ഇത്രയും ഗതികെട്ടവനാണോ? പ്രശ്നങ്ങൾക്ക് മേൽ പ്രശ്നം വന്നുകൊണ്ടേയിരിക്കുന്നു എന്ന ടെൻഷനിൽ സിക്കന്ദർ ആത്മഹത്യ ചെയ്യുവാനായും തീരുമാനിച്ചു. ഒരു പാലത്തിന് മുകളിൽ നിന്നും താഴേക്ക് ചാടുവാനായിട്ട് അവൻ നിൽക്കുകയായിരുന്നു. അപ്പോൾ ഒരു കാർ ഹോൺ അടിച്ചുകൊണ്ട് നിർത്താതെ പോയി. കാറിന്റെ ഹോണടി കേട്ടതും സിക്കന്ദറിന് ബോധം വീണു. താൻ എന്ത് സെൽഫിഷാണ്, ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല എന്ന് ചിന്തിച്ച് ആ ഒരു തീരുമാനം അവിടെ ഉപേക്ഷിക്കുകയാണ് ചെയ്തത്. അങ്ങനെ പ്രസന്റിൽ സിക്കന്ദർ ജസ്വീന്ദറിനോട് അക്കാര്യങ്ങളെല്ലാം പറയുകയാണല്ലോ. കാറിന്റെ ഹോണടി കേട്ടില്ലായിരുന്നുവെങ്കിൽ ഞാൻ ഉറപ്പായും ആത്മഹത്യ ചെയ്തേനെ. അതെല്ലാം കേട്ടുകൊണ്ടിരുന്ന ജസ്വീന്ദർ ആണെങ്കിൽ പിന്നെങ്ങനെയാ നീ അബുദാബിയിൽ പോയി സെറ്റിൽ ആയതെന്ന് ചോദിക്കുമ്പോൾ അതിന് സിക്കന്ദർ പറഞ്ഞ മറുപടി എന്തെന്നാൽ അന്ന് സിക്കന്ദർ ആത്മഹത്യയിൽ നിന്നൊക്കെ രക്ഷപ്പെട്ടല്ലോ. നേരെ വന്നിട്ട് അവന്റെ കൂട്ടുകാരനെ ഫോൺ വിളിക്കും. എന്നിട്ട് നടന്ന കാര്യങ്ങളെല്ലാം പറയും. കൂട്ടുകാരനാണെങ്കിൽ എന്നാൽ നീ ഒന്നും പേടിക്കണ്ട, ഞാൻ കുറച്ച് കാശ് അയച്ചു തരാം, കാമിനിയുടെ ട്രീറ്റ്മെന്റ് നോക്കുവാനായും പറഞ്ഞു. അങ്ങനെ ആ കാശും കൊണ്ടുപോയാണ് കാമിനിയുടെ ട്രീറ്റ്മെന്റ് നടത്തിയതും. പിന്നെ അവനാണ് അബുദാബിയിൽ എഞ്ചിനീയറിന്റെ ഒരു ഓഫർ ഉണ്ട്, അവിടേക്ക് പോകുവാനായും പറഞ്ഞ് എല്ലാം റെഡിയാക്കി തന്നതും. അങ്ങനെ അബുദാബിയിൽ പോയി അവിടെ ജോലിയൊക്കെ ചെയ്ത് നന്നായി സെറ്റിലായി. നാട്ടിൽ പതിയെ പതിയെ കാമിനിയും സെറ്റിലായി വരികയായിരുന്നു. എന്നാൽ കമ്പനിയിൽ വെച്ച് മറ്റൊരു പെൺകുട്ടിയുമായി ഇവൻ നല്ല കമ്പനിയാകും. പക്ഷേ അവിഹിത ബന്ധമൊന്നുമല്ല, നല്ല ഫ്രണ്ട്ഷിപ്പായിരുന്നു. അവളുമായി കൂട്ടുകൂടി നടക്കുന്ന സമയത്താണ് ഒരു പയ്യൻ വന്നിട്ട് അവളോട് നീ ഇവിടെയും വന്നോ, ഇവിടെയും ബാർ തുടങ്ങിയോ എന്നൊക്കെ ചോദിക്കുന്നത്. അത് കേട്ടതും സിക്കന്ദറിന് എന്തോ സംശയമായി. നീ ആരാ യഥാർത്ഥത്തിൽ? നിന്നെ ആ SI പറഞ്ഞു വിട്ടിട്ടാണോ നീ എന്റെ പിന്നാലെ വരുന്നത്? നീ യഥാർത്ഥത്തിൽ ആരാ എന്ന് ചോദിക്കുന്ന സമയത്ത് അവളാണെങ്കിൽ നീ ഉദ്ദേശിക്കുന്നത് പോലെ ഒന്നുമല്ല, എനിക്ക് കഴിഞ്ഞൊരു കാലമുണ്ടായിരുന്നു, ഞാനൊരു ബാർ ഡാൻസർ ആയിരുന്നു എന്ന് പറയും. അത് കേട്ടതും സിക്കന്ദർ ആണെങ്കിൽ വിശ്വസിക്കില്ല. നീ ആ SI പറഞ്ഞു വിട്ടിട്ട് വരുന്നത് തന്നെയാണ് എന്ന് തന്നെയാണ് അവൻ കരുതിയിരുന്നതും. എന്നാൽ അവളാണെങ്കിൽ അവനോട് ബായി പറഞ്ഞു പോവുകയും ചെയ്തു. ആ പെൺകുട്ടി അവിടെ നിന്ന് ജോലി മാറി മറ്റൊരു കമ്പനിയിലേക്കും പോയിരുന്നു. ഇന്ത്യയിലേക്ക് മടങ്ങുവാനായി തീരുമാനിച്ച സിക്കന്ദർ ആണെങ്കിൽ അവളെ കാണുവാനായും പോയിരുന്നു. അവൾ ജോലി ചെയ്യുന്ന കമ്പനി കണ്ടെത്തി അവിടെ ചെന്ന സിക്കന്ദർ ആണെങ്കിൽ നിനക്കൊരു കഴിഞ്ഞ കാലം ഉള്ളതുപോലെ തന്നെ എനിക്കും ഒരു കഴിഞ്ഞ കാലമുണ്ട്. ഒരു SI എന്നെ കുറിച്ച് അറിയുവാൻ വേണ്ടിയിട്ട് നടക്കുകയാണ്, അതിനാണ് നിന്നെ പറഞ്ഞു വിട്ടതെന്നാണ് ഞാൻ കരുതിയത്. എന്നോട് ക്ഷമിക്കുക, അതൊക്കെ എന്റെ തെറ്റിദ്ധാരണകളായിരുന്നു. നീ ഇന്ത്യയിൽ എപ്പോഴെങ്കിലും വരുന്നെങ്കിൽ എന്നെ വന്ന് കാണണമെന്ന് പറഞ്ഞ് അവന്റെ ഡീറ്റെയിൽസും കൊടുത്തിട്ടാണ് അവിടെ നിന്ന് പോകുന്നതും. അതെല്ലാം പറഞ്ഞു കഴിഞ്ഞ സിക്കന്ദർ ആണെങ്കിൽ എന്നാൽ ശരി, ഇനി പറയാനുള്ളത് എന്റെ മുഖത്ത് നോക്കി പറയുവാനായും ജസ്വീന്ദറിനോട് പറയുന്നു. അങ്ങനെ ജസ്വീന്ദർ അവന്റെ കണ്ണ് നോക്കിയിട്ട് നീ നിരപരാധിയാണെന്ന് എനിക്ക് മനസ്സിലായി, അതുകൊണ്ട് ഇത്രയും നാൾ ഞാൻ നിന്നോട് ചെയ്തതിനെല്ലാം എന്നോട് ക്ഷമിക്കുവാനായും ജസ്വീന്ദർ പറഞ്ഞു. അതെല്ലാം കഴിഞ്ഞ് സിക്കന്ദർ പോകുവാനായി എഴുന്നേറ്റ സമയത്ത് ജസ്വീന്ദർ പറയും, എവിടെ പോകുന്നു, കുറച്ചു കാര്യം കൂടി പറയാനുണ്ട് എന്ന് പറഞ്ഞ് സിക്കന്ദറിനെ അവിടെ പിടിച്ചിരുത്തി. പിന്നീട് ഒരു ഫ്ലാഷ് ബാക്ക് ആണ് കാണിക്കുന്നത്. എന്തെന്നാൽ കാമിനി തന്റെ സഹോദരിയും കുഞ്ഞുമായി ജീവിതത്തിൽ ഒരുപാട് കഷ്ടപ്പെടുന്ന സമയം അവൾ ജുവലറിയിൽ ജോലി നോക്കുന്ന സമയത്ത് അന്ന് എക്സിബിഷനൊക്കെ നടന്നല്ലോ. അന്ന് അവിടെ നിന്ന് തന്നെ അവൾ ഒരു കുഞ്ഞു ഡയമണ്ട് മോഷ്ടിച്ചിരുന്നു. വിരലിനകത്ത് വെച്ച് ഒളിപ്പിക്കാൻ പാകത്തിനുള്ള ഒരു ഡയമണ്ട് ആയിരുന്നു അത്. കാമിനി അത് വിൽക്കുവാനായി മറ്റൊരു ജുവലറിയിൽ എത്തിയിരുന്നു. എന്നാൽ അവളെ നിരീക്ഷിച്ച് ജസ്വീന്ദറും ഉണ്ടായിരുന്നു. കാമിനിക്ക് ഏകദേശം ഒരു 1.5 ലക്ഷം രൂപ അതിന് കിട്ടും. കാശെടുക്കുവാനായിട്ട് അയാൾ പോയ സമയം തന്നെ കാമിനിക്കടുത്തേക്ക് ജസ്വീന്ദർ വരികയാണ്. ജസ്വീന്ദറിനെ കണ്ടതും കാമിനി താൻ പിടിക്കപ്പെട്ടുവെന്ന് മനസ്സിലാക്കി കരയുകയും കെഞ്ചുകയും ഒക്കെ ചെയ്തു. ജസ്വീന്ദർ ചോദിക്കും, നീയാണോ ആ 5 വൈരക്കല്ലുകളും കടത്തിയത്? അത് കേട്ട കാമിനി പറയും, എനിക്ക് 300 കോടിയോടൊന്നും ഒരു ആശയമില്ല. ഇത് വിറ്റാൽ കിട്ടുന്നത് ആകെ 1.5 ലക്ഷം രൂപ. ഇതുകൊണ്ട് എന്റെ വീട്ടിലെ കാര്യങ്ങളെങ്കിലും നടക്കുമല്ലോ എന്ന് മാത്രമേ ഞാൻ ചിന്തിച്ചുള്ളൂ, അല്ലാതെ അതൊന്നും ഞാനല്ല എടുത്തതെന്നും കാമിനി തുറന്നു പറയുന്നു. അത് കേട്ട ജസ്വീന്ദർ ആണെങ്കിൽ അവൾക്കൊരു ടാസ്ക് കൊടുക്കുകയാണ്. അവക്ക് ആപത്ത് വരാതിരിക്കണമെങ്കിൽ ജസ്വീന്ദർ പറയുന്നത് ചെയ്യണമെന്നും പറയും.
ജസ്വീന്ദർ പറഞ്ഞതനുസരിച്ചാണ് കാമിനി ശിക്കന്ദറിനെ പ്രണയിച്ചതും വിവാഹം കഴിച്ചതുമൊക്കെ. പിന്നെ ശിക്കന്ദറിനെ വാടക വീട്ടിൽ നിന്ന് ഓടിച്ചതും അവന്റെ ജോലി നഷ്ടമാക്കിയതും അവൻ രാത്രി നടന്നു വരുന്ന സമയത്ത് അവന്റെ കാശിക്ക് കുറച്ചുപേർ അടിച്ചുകൊണ്ടു പോയല്ലോ, അതെല്ലാം ജസ്വീന്ദർ പറഞ്ഞിട്ടാണ് ചെയ്തതും. മാത്രമല്ല ശിക്കന്ദർ ആത്മഹത്യക്ക് ശ്രമിച്ച സമയം ഒരു വണ്ടി ഹോൺ അടിച്ചു പോയല്ലോ, അത് മറ്റാരുമല്ല ജസ്വീന്ദർ തന്നെയായിരുന്നു. അതെല്ലാം കേട്ട് ദേഷ്യം വന്ന ശിക്കന്ദർ ആണെങ്കിൽ ജസ്വീന്ദറിനിട്ട് ഒന്ന് കൊടുത്തിട്ട് അവിടെ നിന്നും ഇറങ്ങി പോവുകയാണ്. കരഞ്ഞുകൊണ്ടാണ് ഓട്ടോയിൽ പോകുന്നതും. കാമിനി തന്നെ പ്രണയിച്ചതും വിവാഹം കഴിച്ചതും എല്ലാം കള്ളമായിരുന്നു എന്നൊക്കെ ചിന്തിച്ച് കരഞ്ഞുകൊണ്ടവൻ അപ്പാർട്ട്മെന്റിന് മുന്നിലെത്തി. അവിടെ അവനെ സ്വീകരിക്കാൻ സന്തോഷവതിയായി കാമിനി ഉണ്ടായിരുന്നു. തന്റെ സങ്കടമെല്ലാം ഉള്ളിലൊതുക്കി അകത്തേക്ക് കയറിയ ശിക്കന്ദർ ആണെങ്കിൽ കുഞ്ഞിനെയും സഹോദരിയെയും ഒക്കെ തിരക്കും. അതിനുശേഷം പറയും, എന്താ ഇത്ര ലേറ്റ് ആയതെന്ന് കാമിനി ചോദിക്കുമ്പോൾ അത് ഞാൻ ആ ജസ്വീന്ദറിനെ കണ്ടിരുന്നു എന്ന് പറയും. ശിക്കന്ദറിന്റെ മുഖഭാവവും എല്ലാം കണ്ട് സത്യമെല്ലാം അവൻ മനസ്സിലാക്കിയെന്ന കാര്യം കാമിനിക്ക് മനസ്സിലായി. കാമിനി കരഞ്ഞുകൊണ്ട്, അന്നെന്റെ അവസ്ഥ അങ്ങനെ ആയിരുന്നതിനാലാണ് ഞാൻ അതൊക്കെ ചെയ്തത്. പക്ഷേ നിന്നെ പ്രണയിച്ചതും വിവാഹം കഴിച്ചതും സത്യസന്ധമായിട്ടാണെന്ന് പറയും. എന്നാൽ ശിക്കന്ദറിന്റെ മനസ്സിലെ സ്നേഹമെല്ലാം നഷ്ടമായിരുന്നു. അവന് കാമിനിയോടുള്ള വിശ്വാസമെല്ലാം പോയി. അവൻ ഒരിക്കലും അവളെ വിശ്വസിക്കുവാനായും തയ്യാറായില്ല. ഇനി നമ്മൾ തമ്മിലുള്ള ബന്ധം മുന്നോട്ട് പോകില്ല. ഞാൻ ഉറപ്പായും നിനക്ക് കാശ് അയച്ചു തരാം, എല്ലാ മാസവും നിനക്ക് കാശ് അയച്ചു തരാം. പക്ഷേ ഇനി മുതൽ നമ്മൾ കാണില്ല. നമുക്ക് ഡിവോഴ്സ് ഒന്നും ചെയ്യണ്ട. പക്ഷേ ഇനി നീ എന്നെ കാണാൻ ശ്രമിക്കരുതെന്ന് പറഞ്ഞിട്ട് അവൾ പറയുന്നത് പോലും കേൾക്കാൻ നിൽക്കാതെ അവൻ അവിടെ നിന്നും ഇറങ്ങിപ്പോയി. കാമിനി ഒരുപാട് കരയും. ശിക്കന്ദർ അവിടെ നിന്നും ഇറങ്ങി നേരെ വന്നത് ഒരു ബസ് സ്റ്റോപ്പിലേക്കായിരുന്നു. ശിക്കന്ദർ നേരെ ബസ്സൊക്കെ കയറി പോയത് മറ്റൊരു നാട്ടിലേക്കായിരുന്നു. അവിടെ ഒരു ഗ്രാമം. ആ ഗ്രാമത്തിൽ അവന്റെ കൂട്ടുകാരിയായ ആ ഒരു നഴ്സുണ്ടായിരുന്നു. നഴ്സിനെ കണ്ടതും അവന് സമാധാനമായി. 15 വർഷങ്ങൾക്ക് ശേഷമാണ് അവർ വീണ്ടും കണ്ടുമുട്ടുന്നതും. അവൾ അവിടെ ചെടികളൊക്കെ വിൽക്കുകയും വളർത്തുകയും ഒക്കെ ചെയ്യുന്ന ജോലിയാണ് ചെയ്യുന്നതും. അവനാണെങ്കിൽ ഉടനെ തന്നെ അവളോട് അതെവിടെയെന്ന് ചോദിക്കും. അപ്പോൾ അവിടെ ഒരു മരമുണ്ടായിരുന്നു. ആ മരം കണ്ടതും അവൻ സന്തോഷത്തോടെ അതെടുക്കുന്നു. ആ മരത്തിനുള്ളിൽ എന്തെന്നാൽ 15 വർഷമായിട്ട് അവൻ സൂക്ഷിക്കാൻ ഏൽപ്പിച്ച ആ ഒരു 5 വൈരക്കല്ലുകളുമായിരുന്നു. ആ വൈരക്കല്ലുകൾ മോഷ്ടിച്ചത് മറ്റാരുമല്ല, ശിക്കന്ദർ തന്നെയായിരുന്നു. ഇതിൽ നിന്ന് നിനക്കൊരു ഷെയർ തരാമെന്ന് പറയുമ്പോൾ, വേണ്ടടാ നീ തന്നെ വെച്ചോ, നീ ഹാപ്പിയായി ജീവിച്ചാൽ മതിയെന്ന് ചോദിക്കുമ്പോൾ, അതെന്താ അങ്ങനെയെന്ന് ശിക്കന്ദർ ചോദിക്കും. അതെനിക്ക് നിന്നോടുള്ള പ്രണയമാണെന്ന് അവൾ പറയും. അങ്ങനെ ശിക്കന്ദർ വൈരമൊളിപ്പിച്ച ആ ഒരു മരത്തൈയുമായി വരികയായിരുന്നു. ബസ്സിൽ വെച്ച് അവന്റെ പിറകിലിരിക്കുന്ന ആളാണെങ്കിലോ അവന്റെ നേരെ തോക്ക് ചൂണ്ടുകയാണ്. അത് മറ്റാരുമല്ല, ജസ്വീന്ദർ തന്നെയായിരുന്നു. ജസ്വീന്ദർ അവിടെ നിന്ന് അവന്റെ കയ്യിൽ വിലങ്ങ് വെച്ച് കൊണ്ടുപോയത് ഒരു വലിയ മലയുടെ മുകളിലേക്കായിരുന്നു. അവിടെ അവന്റെ കൈയൊക്കെ പൂട്ടിയതിനു ശേഷം എന്നിട്ട് അവന്റെ കയ്യിലുണ്ടായിരുന്ന ആ ഒരു മരതൈ ഉണ്ടല്ലോ, അതാണെങ്കിൽ എറിഞ്ഞുടയ്ക്കുവാനായും പോകും. അതുകൊണ്ട് ശിക്കന്ദർ ആണെങ്കിൽ, അയ്യോ അങ്ങനെ ചെയ്യരുതേ, അതിന്റെ അടിയിൽ എന്റെ അമ്മയുടെ ചിതാഭസ്മമാണെന്ന് പറയും. എന്നാൽ ജസ്വീന്ദർ ആണെങ്കിലോ ഉടനെ തന്നെ അത് ഉടച്ച് അതിനടിയിൽ എന്താണിരിക്കുന്നതെന്ന് നോക്കുന്ന സമയത്തായിരുന്നു അതിലൊരു ചെറിയ പ്ലാസ്റ്റിക് കവറിൽ പൊതിഞ്ഞ് 5 വൈരക്കല്ലുകളും ഉണ്ടായിരുന്നു. നിന്നെ എനിക്ക് പണ്ടേ സംശയമായിരുന്നു, എന്റെ മനസ്സ് പറയുന്നതെല്ലാം സത്യമാണെന്ന് പറഞ്ഞ് ഇതെങ്ങനെയാണ് നീ കടത്തിയെന്ന് ജസ്വീന്ദർ ചോദിക്കുന്നു. പിന്നീട് ഒരു ഫ്ലാഷ് ബാക്ക് ആണ് കാണിക്കുന്നത്. അന്ന് എക്സിബിഷൻ നടക്കുന്ന സമയത്ത് ഈ ശിക്കന്ദറും അവിടെ ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഒരു സെക്യൂരിറ്റി ആണെങ്കിൽ ശിക്കന്ദറിന് മറ്റൊരു ജോലി കൊടുക്കുന്നു. ഇവൻ കമ്പ്യൂട്ടർ ടെക്നീഷ്യൻ അല്ലേ. അപ്പോൾ മറ്റൊരാൾക്ക് കമ്പ്യൂട്ടർ ശരിയാക്കുവാനായിട്ട് ശിക്കന്ദറിനെ പറഞ്ഞുവിടും. കമ്പ്യൂട്ടറുമായി യാതൊരു ബന്ധവുമില്ലാത്ത ടീംസിന്റെ അടുത്തായിരുന്നു ശിക്കന്ദർ എത്തിയതും. ശിക്കന്ദർ ആണെങ്കിൽ കമ്പ്യൂട്ടർ ശരിയാക്കിക്കൊണ്ടിരിക്കുന്ന സമയം തന്നെ അവിടെ ഉണ്ടായിരുന്ന ഒരാളാണെങ്കിൽ വാതിൽ തുറന്ന് മറ്റൊരു മുറിയിലേക്ക് പോകുന്നത് ശിക്കന്ദർ കാണും. അവിടെ അവർ എന്തൊക്കെയോ ചെയ്യുകയായിരുന്നു. ഫേക്ക് ആയിട്ടുള്ള ID കാർഡും ഒക്കെ അവർ ക്രിയേറ്റ് ചെയ്യുന്നത് ശിക്കന്ദർ കണ്ടു. ഇവർക്ക് എന്തൊക്കെയോ ദുരൂഹതയുണ്ടെന്ന് ശിക്കന്ദറിന് മനസ്സിലായി. അതെന്തെന്നവൻ കണ്ടുപിടിക്കും. എക്സിബിഷൻ ഹാളിൽ അവർ മോഷണം നടത്തുവാനായി തീരുമാനിച്ച കാര്യം ശിക്കന്ദറിന് മനസ്സിലായി. അവരുടെ പേരുകളെല്ലാം മനസ്സിലാക്കിയതിനു ശേഷം ശിക്കന്ദർ അവിടെ നിന്ന് പോകും. എക്സിബിഷൻ ഹാളിൽ തീപിടുത്തമുണ്ടായാൽ എവിടെയൊക്കെ സേഫായി നിൽക്കണമെന്ന് പോലീസ് ക്ലാസ് കൊടുക്കുന്നതൊക്കെ ശിക്കന്ദറും അറ്റൻഡ് ചെയ്തിരുന്നു. മാത്രമല്ല എക്സിബിഷൻ ഹാളിൽ നിൽക്കുന്ന മറ്റൊരു സെക്യൂരിറ്റിക്ക് ഇവരുമായി ബന്ധമുണ്ടായിരുന്നു. അവർക്കുള്ള ഡീറ്റെയിൽസ് എല്ലാം പറഞ്ഞു കൊടുക്കുന്നത് ആ ഒരു സെക്യൂരിറ്റി ആയിരുന്നു. അതും ശിക്കന്ദർ കണ്ടെത്തുകയാണ്. ശിക്കന്ദർ അവരെ ഫോളോ ചെയ്തു പോയി അവരുടെ പ്ലാൻ എല്ലാം മനസ്സിലാക്കി. ഏത് ദിവസമാണ് മോഷണത്തിന് വരുന്നത് എന്നെല്ലാം മനസ്സിലാക്കി ശിക്കന്ദർ ആണെങ്കിൽ മറ്റൊരു പ്ലാൻ ചെയ്യുകയാണ്. എന്നും ഒരച്ഛൻ തന്റെ മകളെ ഓട്ടോയിൽ കയറ്റി വിടുന്നത് ശിക്കന്ദർ കാണുമായിരുന്നു. അയാളെ ആരും അറിയാതെ പോയി അയാളുടെ ദേഹത്ത് തട്ടിയതിനു ശേഷം അയാളുടെ പോക്കറ്റിൽ ഒരു പേപ്പർ ഇട്ടു. എന്നിട്ട് ഫോൺ വിളിച്ചിട്ട്, നിങ്ങളുടെ മകളെ കടത്തി വെച്ചിരിക്കുകയാണ്, പേപ്പറിൽ പറഞ്ഞിരിക്കുന്നത് പോലെ നിങ്ങൾ ചെയ്യണമെന്നും പറഞ്ഞു. താൻ ആ വൈരക്കല്ലെടുത്ത് കൊടുക്കുന്നതിന് മുൻപ് അവന്മാരെ കൊടുക്കണം. അതിനു വേണ്ടിയിട്ടാണ് പോലീസിനെ ആ വിവരം അറിയിച്ചതും. കള്ളന്മാർ അവിടേക്ക് കയറിയതും ആകെ പ്രശ്നമായതും ആരും അറിയാതെ അതിനിടയിൽ കൂടി പോയി ശിക്കന്ദറാണ് ആ ഒരു 5 വൈരക്കല്ലുകളും മോഷ്ടിച്ചതും. പിന്നെ എങ്ങനെയാണ് അവൻ ഈ പോലീസിന്റെ കണ്ണു പെട്ടിച്ച് വൈരക്കല്ല് പുറത്തു കൊണ്ടുവന്നതെന്നാൽ അവന്റെ കൂട്ടുകാരി ആ ഒരു നഴ്സുണ്ടല്ലോ, അവളാണ് അവനെ അതിന് സഹായിച്ചതും.
മരിച്ചു കിടക്കുന്ന കള്ളന്മാരുടെ ഡെഡ് ബോഡി എടുക്കുവാനായിട്ട് ഹോസ്പിറ്റലിൽ നിന്നും ആംബുലൻസ് വന്നിരുന്നു. അതിൽ കൂടെ ഈ ഒരു നഴ്സും ഉണ്ടായിരുന്നു. ആരും അറിയാതെ നഴ്സിന്റെ കയ്യിൽ മോഷ്ടിച്ച ആ ഒരു വൈരക്കല്ല് അവൻ ഏൽപ്പിച്ചു. അങ്ങനെയാണ് ആ ഒരു എക്സിബിഷൻ ഹാളിൽ നിന്നും വൈരക്കല്ല് പുറത്തേക്ക് വന്നതും. ഇതെല്ലാം പ്ലാൻ ചെയ്യുന്നതിന് മുൻപ് തന്നെ അവൻ ഈ നഴ്സുമായി ഈ കാര്യങ്ങളെല്ലാം പ്ലാൻ ചെയ്തിരുന്നു. സിക്കന്ദറിനെ അവൾ ഒൺസൈഡായിട്ട് പ്രണയിക്കുകയായിരുന്നു. അവനോടുള്ള അമിതമായ പ്രണയം കാരണമാണ് അവൾ ഇതിനെല്ലാം തയ്യാറായതെന്നും അവൻ ജസ്വീന്ദറിനോട് പറയുന്നു. ജസ്വീന്ദർ ചോദിക്കും, എങ്കിൽ ശരി, നീ അബുദാബിയിൽ വെച്ച് മറ്റൊരു പെണ്ണിനെ ഒരു ലെറ്റർ കൊടുത്തിരുന്നല്ലോ. ആ ലെറ്ററിൽ യഥാർത്ഥത്തിൽ എന്താണെന്ന് ചോദിക്കുന്ന സമയത്ത് അതിൽ എന്താണെന്നാണ് പിന്നീട് കാണിക്കുന്നത്. ആ പെണ്ണ് അവൻ പോയി കഴിഞ്ഞ ഉടനെ തന്നെ ആ ഒരു ലെറ്റർ ഓപ്പൺ ആക്കി നോക്കുന്നു. നമുക്ക് രണ്ടാൾക്കും സ്വിറ്റ്സർലൻഡിൽ പോയി സെറ്റിൽ ആകാം, ഐ ലവ് യു എന്നായിരുന്നു അതിനുള്ളിൽ എഴുതിയിരുന്നത്. എന്നിട്ട് അവൾക്ക് പോകാനുള്ള വിസയും എല്ലാ കാര്യങ്ങളും അതിനുള്ളിൽ ഉണ്ടായിരുന്നു. അതെല്ലാം കേട്ട ജസ്വീന്ദർ ആണെങ്കിൽ, നീ കൊള്ളാലോ, അപ്പോൾ വൈരമെല്ലാം തട്ടിയെടുത്ത് ഇഷ്ടപ്പെട്ട പെണ്ണുമായിട്ട് പോയി സെറ്റിൽ ആകാനായിരുന്നല്ലേ നിന്റെ പ്ലാൻ. ജസ്വീന്ദർ സിക്കന്ദറിനെ അവിടെ നിന്ന് ജയിലിലേക്ക് കൂട്ടിക്കൊണ്ടു പോകാൻ നിന്ന സമയത്തായിരുന്നു സിക്കന്ദർ ജസ്വീന്ദറിനെ മറ്റൊരു ഡീൽ വെക്കുന്നത്. അത് ചിലപ്പോൾ എന്നോടൊപ്പം നിന്നാൽ ഷെയർ തരാമെന്നോ, അല്ലെങ്കിൽ 3 വൈരക്കല്ല് എനിക്ക് 2 വൈരക്കല്ല് നിങ്ങൾക്ക്, അങ്ങനെ വല്ലതുമാകാം. അതെന്തെന്ന് കാണിക്കുന്നില്ല. അതോടുകൂടി സിനിമയുടെ കഥ അവിടെ അവസാനിക്കുകയാണ്. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ചാനൽ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അടുത്തൊരു സിനിമയുടെ കഥയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.